വായനാ പക്ഷാചരണ ഭാഗമായി ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ അക്ഷരത്തണൽ എന്ന പേരിൽ ഓപ്പൺ ലൈബ്രറി സ്ഥാപിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിന്തുണയോടെയാണ് സൗകര്യം സജ്ജമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കരിയർ ഗൈഡൻസ് സെല്ലിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഓപ്പൺ ലൈബ്രറി ആരംഭിച്ചത്. ഇതിനുവേണ്ടി ഭക്ഷ്യമേള, ന്യൂസ് പേപ്പർ ചലഞ്ച് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയതും കുട്ടികൾ ജന്മദിനത്തിലും അല്ലാതെയും സമ്മാനമായി നൽകിയതുമായ പുസ്തകങ്ങൾ സ്കൂൾ പോലീസ് സ്റ്റേഷന് കൈമാറി. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് അക്ഷരത്തണൽ എന്ന പേരിൽ സജ്ജമാക്കിയ ലൈബ്രറി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കാര്യമാണ് വായനയും പുസ്തകങ്ങളും എന്നുള്ളത്. അത് ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് കൂടി പരിചയപ്പെടാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടാൻ കഴിയുന്ന രൂപത്തിലെയാണ് ഈ ഒരു ഓപ്പൺ ലൈബ്രറി കൂടെ സജ്ജമാക്കുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനമൈത്രി പോലീസിന്റെ നേതൃത്വമായാലും അതുപോലെ തന്നെ ഇവിടെ CIM DYSP ഉൾപ്പെടെയുള്ള ഈ നോട്ടീസിനകത്ത് കാണുന്നുണ്ട്, വരുമെന്നറിയില്ല. എന്തായാലും DYSP ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ക്രമസമാധാന പാലകർ അല്ലെങ്കിൽ നിയമപാലകർ എന്നുള്ളതിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇന്ന് കാഞ്ഞങ്ങാടിന്റെ നേതൃസ്ഥാനത്തുള്ളത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ലൈബ്രറിയിലേക്കായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പുസ്തകങ്ങൾ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാർ നഗരസഭാ ചെയർപേഴ്സണിൽ നിന്നും ഏറ്റുവാങ്ങി. ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്നു കുറച്ചു കാലം. ആ സമയത്ത് വിസിറ്റേഴ്സിന് നല്ലൊരു റൂം ഒരുക്കിക്കൊണ്ട് വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അവിടെ വെച്ചു. അപ്പോൾ ഒരു ദിവസം 7-8 വർഷങ്ങൾക്ക് ശേഷം കാനഡയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, അവർക്ക് വാറണ്ട് ഉണ്ടായിരുന്നു. അവരെ ഞങ്ങളുടെ SI പോയി അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊണ്ടുപോയി. വലിയ സമ്പന്നയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയല്ല, സ്ത്രീകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് SIക്കെതിരെ പരാതി പറയാൻ ആ സ്ത്രീ വന്നു. ഉച്ചക്കാണ് വന്നത്. അപ്പോൾ ഞാൻ പുറത്തു പോയ സമയത്ത് അവർ ആ റൂമിലിരിക്കുന്നു. ഒരു മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യുന്നു. പൊതുവെ ദേഷ്യം കൂടേണ്ടതാണ്. അവർ അവിടെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നു. ആ റൂമിൽ വന്നപ്പോൾ എൻ്റെ റൂമും കുറച്ച് മനോഹരമായ റൂമാണ്, ഇരിക്കാൻ നല്ല കസേരകളൊക്കെ ഉണ്ട്. അവർ പറയുന്നു, ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയ പോലെ എനിക്ക് തോന്നുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു സ്ത്രീ അങ്ങനെ പറയണമെങ്കിൽ അവരുടെ മനസ്സ് ആ SIക്കെതിരെ പരാതി പറയാൻ വന്ന സ്ത്രീയുടെ പകുതി പരാതി അവിടെ തീർന്നു കഴിഞ്ഞു. പരാതി നൽകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോലീസ് സ്റ്റേഷനിൽ വരുന്ന പൊതുജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ലൈബ്രറി സ്ഥാപിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൽ PS അരുണും വ്യക്തമാക്കി. ഹെഡ് മാസ്റ്റർ MA അബ്ദുൽ ബഷീർ, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി, കരിയർ മാസ്റ്റർ P സമീർ സിദ്ദിഖി, NSS പ്രോഗ്രാം ഓഫീസർ R മഞ്ജു, S സനിത, C സിൻജമോൾ, CM പ്രജീഷ്, സിന്ധു P രാമൻ, VM വിശാഖ്, P ആരതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.